ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറാണ്. മൂന്നാർ നല്ല മൂടൽമഞ്ഞാണിപ്പോൾ, ചെറിയൊരു ഡ്രിസലിങ്ങും ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു അടിപൊളി സ്റ്റേയിലാണ്. അപ്പോൾ ഈ സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. നല്ലൊരു വ്യത്യസ്തമായൊരു സ്റ്റേ ആണ്. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു സ്റ്റേ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഈ സ്റ്റേയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എപ്പോഴും പറയുന്ന പോലെ തുറന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ് കേട്ടോ. നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ, കിടിലം ആംബിയൻസ്. ഈ ക്യാമ്പിംഗ് സൈറ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ, ടെൻറ്റ് ക്യാമ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ആംബിയൻസ് തന്നെയാണ്. കിടിലം വ്യൂസാണ്, എവിടെ നോക്കിയാലും നല്ല സീനറിയാണ്. നമ്മുടെ പോതമേട് വ്യൂ പോയിൻ്റ് ഇതിനടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. കയറ്റവും ഇറക്കമൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഓർക്കണം. വണ്ടി എടുത്ത് പോകുന്നവർക്ക് പോവാം, അല്ലെങ്കിൽ നടന്നു പോകേണ്ടവർക്കും പോവാം. ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 3 മണി. അടുത്ത ദിവസം 11 AM ആണ് ചെക്ക് ഔട്ട് ടൈം. ഇവിടെ കുറച്ച് നമുക്ക് വന്ന ഉടനെ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് ചായയൊക്കെ ഉണ്ടായിരുന്നു. കട്ടൻ ചായ ഫുൾ ടൈം കാണുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഒരു നല്ല സ്പോട്ടുണ്ടല്ലോ. കിട്ടില്ല സ്പോട്ട്. എൻ്റെ പൊന്നെ, അന്യായ വ്യൂ. എനിക്കൊന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു നല്ല കിടിലൻ വ്യൂ പോയിൻ്റോട് ചേർന്നിരിക്കുന്ന ഒരു റിസോർട്ടല്ല സോറി, എന്നാലൊരു സ്റ്റേ എന്ന് പറയാം. ഒരു സ്റ്റേയിൽ വന്നിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് നല്ല ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഇവർ പറഞ്ഞത് കേട്ടോ. അത് ഇവരുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. നല്ല ഉയരമുള്ള മലകളും ഇഷ്ടംപോലെ ഫോട്ടോ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം വരുന്നവർക്ക് സെൽഫിയൊക്കെ എടുക്കാനും അതേപോലെ ഇൻസ്റ്റയിലൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ ഇടാൻ ഇഷ്ടംപോലെ സ്പോട്ട്സ് ഉണ്ട് ഇവിടെ. അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും താഴോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ കുറേ ആക്ടിവിറ്റി ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കാണുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് ഇവരുടെ ചാർജിങ് റൂം എന്ന് പറയുന്നത്. അതായത് ഇതിനപ്പുറത്തേക്ക് നമുക്ക് മൊബൈലൊന്നും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ തന്നെയാണ് നമുക്ക് വരുന്ന ഡൈനിങ്ങും ഹോളും വെക്കലും എല്ലാം. അവരുടെ റൂൾസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. കൊള്ളാം. നമ്മുടെ റൂംസ് എല്ലാം താഴോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റേ ഇവിടെയാണ് കേട്ടോ. ഈ ഒരു ടെൻ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉൾവശം കാണിച്ചു തരാം. ഇതിനകത്ത് ചെരുപ്പൊന്നും അലൗഡല്ല കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഉള്ളതാണ്. പിന്നെ ഒരു ടോർച്ച്, ഒരു വെള്ളവും 2 സ്നാക്സ്, ഒരു ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്, 2 സ്റ്റൂളും ഉണ്ട്. കുഴപ്പമില്ല. ഇതാണ് ഇവിടുത്തെ ഒരു റിക്രിയേഷൻ സോൺ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഇതിനകത്ത് കുറച്ച് ഇൻഡോർ പ്ലേയിങ് ഗെയിംസൊക്കെ ഉണ്ട്. ലൂഡോ ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ റിക്രിയേഷൻ സോണിന് തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഏരിയ ഉണ്ട്. അതൊന്ന് സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ കൂടാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്ന ഒരു കിടിലം ഏരിയ, ഒരു ഡെക്ക് പോലെ. ഇവിടുത്തെ ഇരിക്കാവുന്ന ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ഓപ്പൺ ഡെക്ക് ഇതാണ് കേട്ടോ. അടിപൊളി. നേരെ കിടിലം മലകളൊക്കെ കാണും. ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഡെക്കിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ അവിടെ ഫോഗ് വന്ന് മൂടി കേട്ടോ. നിങ്ങൾ ഈ ടൈം ലാപ്സ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു മനോഹാരിത നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സ്റ്റേയുടെ നൈറ്റ് ആംബിയൻസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഡിന്നറും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നിറങ്ങിയ രാവിലെയുള്ള കാഴ്ച ഇതാണ് കേട്ടോ. സമയം ഇപ്പോൾ 7 മണിയാവുന്നു. ധാരാളം കിളികളുടെ സൗണ്ട് ഉണ്ട് ഇവിടെയൊക്കെ. കണ്ട, ചെറിയ കിളികളൊക്കെ പോകുന്നു ഇവിടെ. അടിപൊളി, നല്ലൊരു ആംബിയൻസാണ്. അവിടെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും മുകളിലത്തെ ഭാഗത്തോട്ടൊക്കെ പോയി നോക്കാം. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ രാവിലെ ഒന്ന് വന്നതാണ്. ഇവിടെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷേ ഇവിടെ മഴയത്തൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ, നനയും. ഈ മരത്തിൻ്റെ കീഴിലാണെങ്കിൽ പോലും. പക്ഷേ കിടിലം വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ്. അതിൽ നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷേ ആ ക്യാബിനകത്ത് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഞാൻ ഇന്നലെ ഷട്ടൊക്കെ ഊരിയാണ് കിടന്നത്. വേറെ നല്ല അതിനകത്ത് ഇത്തിരി ചൂട് പോലെയൊക്കെ തോന്നും. അപ്പോൾ എനിക്കൊന്ന് ഈ ഒരു സ്ഥലത്ത് മാത്രം
അങ്ങനെ ഇതേ നമ്മൾ നമ്മുടെ ഹൈക്കിങ്ങിന് പോവാണ്. അതെ, നമ്മുടെ ഹൈക്കിങ്ങിന് പോവാണ്. അപ്പം ഇന്നലെ പെയ്ത മഴയിൽ ഇവിടെ ആകെ ചെളിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഒരു ഗൈഡ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ പുള്ളിയെ ഫോളോ ചെയ്ത് നമ്മൾ പോവാണ്. താഴത്തെ ആ റിവറിലേക്കാണ് പോകുന്നത് കേട്ടോ. താഴത്തിലുള്ളവർക്ക് അവിടെ കുളിക്കാം. മുതിരപ്പുഴയാറിൻ്റെ ഒരു കൈവഴി നമ്മൾ പോകുമ്പോൾ നല്ല കാഴ്ചകളാണ് കേട്ടോ. പക്ഷെ കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടുന്നുണ്ട്. നല്ല ഫോഗ് വന്നിട്ട് അതിൻ്റെ ഇടയിൽ നല്ല പച്ച തേയിലത്തോട്ടവും ഒക്കെ ആയിട്ട് അതൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ലൊക്കേഷൻ്റെ പേര് പോതമേട് എന്നാട്ടോ. എന്നിട്ട് അതിനടുത്തൊരു നമ്മൾ വരുന്നതിന് മുമ്പ് ഒരു പോതമേട് വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാണ് ഈ കൂടാരം സ്റ്റേയിലേക്ക് വരുന്നത്. ഇപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടം ചെറുതായിട്ട് കാണാം. നല്ല ഫ്ലോ ഉണ്ട് കേട്ടോ. കറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവുകയാണേ. ഇപ്പോൾ നമ്മൾ ഒരു ഏലത്തോട്ടത്തിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പം ഈ സ്റ്റേയിലുള്ള ആരെങ്കിലും കൊണ്ട് വേണം പോകാൻ കേട്ടോ. അല്ലാതെ ഒറ്റയ്ക്ക് പോകരുത്. കാരണം ഒന്നാമത്തെ കാര്യം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തെ കാര്യം വഴി തെറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ തിരിച്ച് കയറാനൊക്കെ പാടായിരിക്കും. ഇവിടെ അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ നിന്ന് കണ്ടു തുടങ്ങി. അത് ക്ലിയറായിട്ട് കാണാം. ഒരു കിഡിലൻ സ്പോട്ടിൽ നമ്മൾ എത്തി. നല്ലൊരു കാടിൻ്റെ ഫീലുണ്ട് കേട്ടോ. ഇതാ അവിടെ ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അവർ ഇറങ്ങേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഇൻഡ്യോട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങാം. ഒരു കിടു ഏരിയ. അത് അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. അതും വന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതെ, ഇതാണ് അപ്പോൾ നമ്മൾ ഇറങ്ങിയ ഒരു സ്ഥലം കേട്ടോ. അടിപൊളി വ്യൂ ആണ്. നല്ലൊരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് വെള്ളം നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇവർ കൂടെ വരും കേട്ടോ. ഇത് സ്റ്റേയുടെ ആൾക്കാരാണ്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമ്മുടെ കൂടാരം സ്റ്റേയുടെ ഒരു എക്സ്പീരിയൻസസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം. നല്ല കിടിലം അറ്റ്മോസ്ഫിയറാണ്, അതാണ് എടുത്ത് പറയേണ്ടത്. അതുപോലെ തന്നെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫാണ്. പിന്നെ ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ഡിന്നർ നല്ലതായിരുന്നു. 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡൊക്കെ ആയിരുന്നു. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ ബാത്റൂംസ് കോമൺ ആണ്. അതിൻ്റെ ഒരു ഇപ്പോൾ ഫുൾ ആവുകയാണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഭാഗമാണ്, ക്യാമ്പിങ്ങിൻ്റെ ഭാഗമാണല്ലോ. പിന്നെ ഇത് ടെൻറ്റ് പോലെയല്ല, നമ്മുടെ ക്യാബിൻ പോലെയാണ്. അതുകൊണ്ട് അത്ര ഒരു തണുപ്പ് ഉള്ളിൽ ഫീൽ ചെയ്യുന്നില്ല. അപ്പം എന്നാലും ബ്ലാങ്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ബ്ലാങ്കറ്റ് ഇല്ലാതെയൊക്കെ എനിക്ക് കിടക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഉള്ളൂ ഒരു നെഗറ്റീവ്സ് എന്ന് പറയാം. മെയിനായിട്ട് പറയേണ്ടത് നല്ലൊരു ആംബിയൻസാണ്. കിട്ടില്ല ആംബിയൻസാണ്, രക്ഷയില്ലാത്ത ആംബിയൻസാണ്. അതുപോലെ ഇവിടെ വരുന്ന ഒരു ഹൈക്കിംഗ് മിസ് ചെയ്യരുത്. രാവിലത്തെ പുഴയിലേക്കുള്ള കുളിയും. ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ വിളിച്ച് ചോദിക്കുക. ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് കേട്ടോ. ഇത്തിരി ഫേമസ് ആണ് കൂടാരം. അപ്പോൾ എന്തായാലും നോക്കിക്കോളാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൂടാരം സ്റ്റേയുടെ മനോഹരമായ വിഷ്വൽസും എക്സ്പീരിയൻസും ഒക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.